നമസ്കാരം, ദുബായ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് പനീർ ബട്ടർ മസാല. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. മസാല തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഒരു 15 കശുവണ്ടി മിക്സിയിലടിച്ചതാണ്, കാശ്മീരി മുളക് പൊടി, ടൊമാറ്റോ സോസ്, ഒരു 4 ഏലക്ക, 2 കറുകപ്പട്ട, 2 ഗ്രാമ്പു, ഒരു സ്പൂൺ പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഒരു 1/2 കിലോ പനീർ, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഒരു 4 വെളുത്തുള്ളി അരിഞ്ഞത്, 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് പനീർ മസാല തയ്യാറാക്കാൻ വേണ്ട സാധനം. അപ്പോൾ നമുക്ക് ആദ്യമായി പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ചെറിയ രീതിക്ക് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ ബാക്കി മസാലയ്ക്കുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകമാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അത് കഴിഞ്ഞ് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പട്ടയും പെരിഞ്ജീരകവും ഇതും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന, ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാള ആണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് അവിടെ ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം തക്കാളിയും സവാളയും എല്ലാം കൂടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിനൊന്ന് മിക്സ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ഇവിടെ നല്ല രീതിക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ വറ്റി റെഡി ആയിട്ടുണ്ട്.
അടുത്തതായി നമുക്കിതിലോട്ട് കശുവണ്ടി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് നമുക്കിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബട്ടർ ഒന്ന് ഒരു പിടിക്കട്ടെ. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.